ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വല വീയാൻ പോകുന്നുണ്ട്, കടയിൽ മീൻ പിടിക്കാൻ പോകുവാന്ന്. അപ്പോൾ ഇന്ന് ഞാനും കൂടെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒറ്റക്കാണ് സാധാരണ പോവല്. അപ്പോൾ എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പോയതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വരുന്ന ടൈമിൽ വരുന്നതിനേക്കാളും കുറച്ച് ദിവസം മുന്നേ വലയൊക്കെ കെട്ടിക്കാൻ കൊടുത്തു, കുറേ പൊട്ടിയിട്ടൊക്കെ ഉണ്ടായതും അതൊക്കെ അവരുടെ അടുത്ത് കൊടുത്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊന്ന് വീട് നോക്കാം, എങ്ങനെ മീൻ കിട്ടുമോ, ഏറ്റാണോ ഇറക്കാണോ ഒന്നും അറിയില്ല കേട്ടോ. എന്നാലും പോയി നോക്കുവാണ്. ഏറ്റാണോ ഇറക്കാണോ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ എത്തിയാൽ നമുക്ക് ഏറ്റാണോ ഇറക്കാന്നൊക്കെ മനസ്സിലാവും. ഏറ്റാണെങ്കിൽ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം എന്തായാലും. ഏറ്റത്തിൽ കിട്ടൂല, നടക്കണ്ടല്ലേ. വാട്ടെ ബാക്ക്ഗ്രൗണ്ട്. നോക്കണേ, കിട്ടുമെന്ന് അറിയില്ല. കൈസ് വലിക്കുന്നുണ്ട്. ഇപ്പം നല്ല ഏറ്റത്തിൻ്റെ ടൈമാണ് കേട്ടോ. ഇറക്കത്തിൻ്റെ ടൈമിലാണ് വലയിട്ടാൽ കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഏറ്റായതുകൊണ്ട് എന്താവുമെന്ന് അറിയില്ല കേട്ടാ. നമുക്ക് നോക്കാം. കിട്ടിയോ കിട്ടിയോ കിട്ടിയാ? നല്ലതും കിട്ടിയോ? ഒന്നുമില്ല. ആഹാ, മീൻ ചേരുവാ. കച്ചയ്യ വന്നവർക്കില്ലേ ഒരു മീനും കിട്ടിയിട്ടാണ് എനിക്ക് അവരുടെ പോകുന്നു. ഏറ്റായതുകൊണ്ടാണ് തോന്നുന്നു. ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പർ സൈഡിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് കേട്ടോ വീയാൻ വേണ്ടിയിട്ട്. ആ ഒരു സൈഡ് തിര കുറവാണ്, ഈ ഒരു സൈഡ് ഭയങ്കര തിരയാണ് കേട്ടോ. അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ചുറ്റി പോകാനുണ്ട്, കുറച്ചധികം പോകാനുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ തന്നെ അങ്ങ് വീയാൻ വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ കുടുങ്ങി വരണോ എന്തെന്ന് അറിയില്ല. നമുക്ക് വലിച്ചിട്ടാവാൻ നോക്കാട്ടോ. അപ്പർ സൈഡിലത് ഒരാളിപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു സൈഡിൽ നിന്ന് വീട് എടുക്കുന്നത് ഇടയിട്ട് കുടുങ്ങിയതാണ്. അയ്യേ, എൻ്റെ കാലിൽ മൊത്തം വെള്ളം. അയ്യേ, അവിടെ
ഇതിനെ ഇട്ടിട്ട് കുടുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ആരെങ്കിലും വരണം ഒന്ന് എടുത്ത് തരണമെങ്കിൽ. ആളുണ്ടോ ഒന്നും അറിയില്ല കേട്ടാ. വല എവിടെയോ കുടുങ്ങിയിട്ടാ. അപ്പം അത് എടുത്തു കൊടുക്കുക എന്നിട്ട് അവര് വല എടുക്കുമ്പോഴൊക്കെ അത് കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ കെട്ടിക്കണം, എന്നിട്ട് വേണം ആദ്യം വീയാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഇനി ആദ്യം വലയൊക്കെ ശരിയാക്കിയിട്ട് ഒന്നും കൂടി വീയാൻ വരാമെന്ന് വിചാരിച്ചു.